നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ സീസൺ ഇത് അവസാനിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ നമ്മളെ തേടിയെത്തുന്നു 32 ടീമുകളുള്ള പ്രഥമ ബൃഹത്തായ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ്. ആ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ആര് കിരീടം ചൂടും? നിലവിലെ ടീമുകളുടെ പെർഫോമൻസ് വെച്ച് നിങ്ങൾക്ക് എന്തു പറയാൻ സാധിക്കും? ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിലെ ടീമുകളുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ പലരും നന്നായി കൂടുതൽ മത്സരങ്ങൾ കളിച്ച് ക്ഷീണിതരായിട്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ എത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൂടി നോക്കണം. ടയേർഡായ താരങ്ങൾ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കേണ്ട ഒരു അവസ്ഥ. എന്തായാലും 10 ടീമുകളുടെ ഒരു പവർ റാങ്കിങ് നമ്മൾ അവതരിപ്പിക്കുകയാണ്. കിരീട സാധ്യതയുള്ള 10 ടീമുകൾ. 10ാം സ്ഥാനത്താണ് നമ്മൾ ബെൻഫിക്കയെ ഉൾപ്പെടുത്തുന്നത്. പോർച്ചുഗീസ് ക്ലബ്ബായിട്ടുള്ള ബെൻഫിക്ക അവർ ഗ്രൂപ്പ് സിയിലാണ് ഉൾപ്പെടുന്നത്. ഓക്ലാൻഡ് സിറ്റിയും ബയേണും ബെൻഫിക്കയും ബൊക്ക ജൂനിയേഴ്സുമാണ് ആ ഗ്രൂപ്പിലുള്ളത്. ബയേണിനോടൊപ്പം ബെൻഫിക്ക മുന്നോട്ട് കടക്കും എന്ന് തന്നെ വേണം കരുതാൻ. ബെൻഫിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോർച്ചുഗീസ് ലീഗിൽ അവർ മികച്ച രൂപത്തിലുള്ള പ്രകടനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ താരങ്ങളിൽ നിന്ന് കൂടുതൽ ഒരു പോരാട്ട വീര്യം അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിലും ആരാധകർ പ്രതീക്ഷിക്കുന്നു. അതേസമയം 9ാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് അൽ ഹിലാലിനെയാണ്. സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാൽ. പോയ സീസണിൽ അവരുടെ മികച്ച പ്രകടനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ സീസണിൽ പക്ഷേ അത്രത്തോളം ഒരു മികവിലേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. AFC ചാമ്പ്യൻസ് ലീഗിൽ അവരിപ്പോൾ സെമി ഫൈനലിൽ പുറത്തായി കഴിഞ്ഞു. കോച്ചിനെ പുറത്താക്കി. സൗദി പ്രോ ലീഗിലും ഇത്തവണത്തെ കിരീട സാധ്യത വളരെ വളരെ കുറഞ്ഞു കഴിഞ്ഞു. ഏതായാലും അൽ ഹിലാലിനോടൊപ്പം പച്ചൂക്കയും റയൽ മാഡ്രിഡും RB സാൽസ്ബർഗുമാണ് ഗ്രൂപ്പ് എച്ചിലുള്ളത്. റയൽ മാഡ്രിഡിനോടൊപ്പം ഗ്രൂപ്പിൽ അവർ മുന്നോട്ട് കടക്കും, ഗ്രൂപ്പിൽ നിന്ന് മുന്നോട്ട് കടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. പവറാങ്കിൽ 8ാം സ്ഥാനത്ത് യുവൻഡസ്. യുവൻഡസിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ അത്ര മികച്ചതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 4ാം സ്ഥാനത്താണ് അവരിപ്പോൾ സീരിയയിലുള്ളത്. എന്നാൽ പോലും ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ നല്ലൊരു പ്രകടനം അവർ നടത്തിയേക്കും. മാഞ്ചസ്റ്റർ സിറ്റിക്കും അലൈൻ FCക്കും വെയ്ഡാഡ് AC-ക്കും ഒപ്പം ഗ്രൂപ്പ് ജിയിലാണ് അവരുള്ളത്. മുന്നോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് എല്ലാവരും പരിഗണിക്കുന്നത്. 7ാം സ്ഥാനത്താണ് നമ്മൾ ഈ പവർ റാങ്കിൽ ചെൽസിയെ അവതരിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള ചെൽസിയുടെ ഭാഗത്ത് നിന്ന് മികച്ച പ്രകടനം നടത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവരുടെ ആരാധകരിരിക്കുന്നത്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് ഡിയിൽ AS ട്യൂണീസ്, ഫ്ലമിംഗോ തുടങ്ങിയ ടീമുകൾക്കൊപ്പമാണുള്ളത്. എന്തായാലും ഈ സീസൺ മികച്ച രൂപത്തിൽ കൊണ്ടുപോകാൻ ഇപ്പോൾ 5ാം സ്ഥാനത്താണ് പ്രീമിയർ ലീഗിൽ. അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരു മിന്നും പ്രകടനം നടത്തിയാൽ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകരിരിക്കുന്നത്. 6ാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. നമ്മുടെ പവർ റാങ്കിൽ 6ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് വരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം കുറേ താരങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഹുലിൻ ആൽവരസ് അടക്കമുള്ളവരേക്ക് എത്തിച്ച് ഒരു മിനി അർജൻറ്റീന എന്ന രൂപത്തിൽ ഇപ്പോൾ ലലീഗയിൽ കളിക്കുന്ന ടീമാണ്. പക്ഷെ പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സങ്കടകരമാണ്. സിമിയോണിക്കും സംഘത്തിനും ക്ലബ്ബ് വേൾഡ് കപ്പിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അത്ലറ്റിക്കോ മാഡ്രിഡും PSG-യും ബൂട്ടോഫാഗയും സിയാറ്റിൽ സൗണ്ടേഴ്സുമാണ് ഗ്രൂപ്പ് ബിയിലുള്ളത്. 5ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കാണ്. ബയണിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർ പതിവ് പോലെ തന്നെ ബുണ്ടസ് ലീഗയിൽ അപ്രമാദിത്യം തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ക്ലബ്ബ് വേൾഡ് കപ്പിലും അവർ ചെയ്തേക്കും. ഗ്രൂപ്പ് സിയിലാണ് അവരുള്ളത്. ഓക്ലാൻഡ് സിറ്റിയും ബെൻഫിക്കയും ബൊക്ക ജൂനിയേഴ്സുമാണ് അവരുടെ കൂടെയുള്ളത്. നല്ല കിരീട സാധ്യത ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബയൺ മ്യൂണിക്കിനുണ്ട്. 4ാം സ്ഥാനത്താണ് ഇന്റർ മിലാൻ ഉള്ളത്. നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു സീസൺ, പക്ഷേ സമീപകാലത്തെ കുറച്ച് മത്സരങ്ങൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന രൂപത്തിലേക്ക് എത്തിച്ചു കളഞ്ഞു. അതിൽ നിന്ന് അവർ മുക്തരാകുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരിക്കുന്നത്. UEFA ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഇപ്പോൾ ബാഴ്സലോണയോട് അവർ കട്ട നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണല്ലോ ഉള്ളത്. എന്തായാലും ഇന്ററിനോടൊപ്പം മോണ്ടറി, റിവർ പ്ലേറ്റ്, ഉറാവ റെഡ്സ് എന്നിവരാണ് ഗ്രൂപ്പ് ഇയിലുള്ളത്. 3ാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ്. നമ്മുടെ പവർ റാങ്കിൽ കൂടുതൽ കിരീട സാധ്യതയുള്ള ടീമുകളിൽ 3ാം സ്ഥാനത്തേക്ക് വരുന്നു റയൽ മാഡ്രിഡ്. ശരിയാണ്, UEFA ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് അവർ പുറത്തായിട്ടുണ്ട്. ലാലിഗയിൽ അവർ 2ാം സ്ഥാനത്താണ്. എങ്കിലും കിരീടത്തിനായിട്ട് അവർ പൊരുതുന്നു. ഒരു പക്ഷേ കാർലോ ആഞ്ചലോട്ടി ഇല്ലാതെയായിരിക്കും അവർ ക്ലബ്ബ് വേൾഡ് കപ്പിന് എത്തുക. എങ്കിൽ പോലും അവരുടെ പരിക്കേറ്റ താരങ്ങൾ തിരികെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റൂഡിഗറും അതുപോലെ തന്നെ എദർ മിലിറ്റാവോയും ഒക്കെ തിരിച്ചെത്തിയാൽ ഡിഫൻസ് ശക്തമാകും. അങ്ങനെ വന്നാൽ അവർക്ക് മികച്ച പ്രകടനം നടത്താൻ പറ്റും. കിരീട സാധ്യത നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. എന്തായാലും റയൽ മാഡ്രിഡും അൽ ഹിലാലും പച്ചൂക്കയും RB സാൽസ്ബർഗും ഗ്രൂപ്പ് എച്ചിൽ നിൽക്കുന്നു. ഗ്രൂപ്പ് എച്ചിൽ നിന്ന് അവർ 1ാം സ്ഥാനവും കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. PSG-യാണ് 2ാമത്. എന്തൊരു പ്രകടനമാണ് PSG സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതിൻ്റെ ഒരു തുടർച്ച ക്ലബ്ബ് വേൾഡ് കപ്പിലും ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 1ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി. പലർക്കും ഇത് എതിർപ്പുണ്ടാവും. സിറ്റിയുടെ നിലവിലെ ഫോം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയാനാളുണ്ടാവും. പക്ഷേ നമ്മൾ പരിഗണിച്ച 2-3 കാര്യങ്ങളുണ്ട്. സിറ്റി അവരുടെ വിജയ വഴി തിരികെ പിടിച്ചിട്ടുണ്ട്. തുടർച്ചയായ 5 മത്സരങ്ങൾ ഇപ്പോൾ അവർ വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UEFA ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് നേരത്തെ പുറത്തായതുകൊണ്ട്
സീസണിൻ്റെ അവസാന ഘട്ടത്തിൽ നിരന്തരം മത്സരങ്ങൾ കളിച്ച് കൂടുതൽ ക്ഷീണിതരാകുന്ന ഒരു സ്ഥിതിവിശേഷം അവർക്കില്ല. ഹാലൻഡും പരിക്കു മാറി ഒരു പക്ഷേ ക്ലബ്ബ് വേൾഡ് കപ്പിന് എത്തിയേക്കാം, അത് ഉറപ്പുള്ള കാര്യമല്ല. അതുപോലെ റോഡ്രിയുടെ കാര്യത്തിൽ തിരിച്ചുവരവിനുള്ള സാധ്യത ക്ലബ്ബ് വേൾഡ് കപ്പിലുണ്ട്. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് നല്ല കിരീട സാധ്യത കാണുന്നു. അല്ലെങ്കിലും യുവന്റസും വിഡാഡ് എസിയുമാണ് അവരുടെ കൂടെ ഗ്രൂപ്പ് ജിയിലുള്ളത്. അപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.